ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖല്ലേ? എല്ലാവരും സേഫായിട്ടിരിക്കുക. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഹെൽത്തി പൈനാപ്പിൾ ജ്യൂസ് ആയിട്ടാണ്. ഇത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പൈനാപ്പിൾ ജ്യൂസ് അല്ല കേട്ടോ. ഇതിൽ നമ്മൾ കുറച്ച് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും അതെന്തൊക്കെയെന്ന്. അപ്പം നമുക്ക് ഈ ഹെൽത്തി പൈനാപ്പിൾ ഡ്രിങ്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. ഇതിനു വേണ്ടി ഞാനൊരു പൈനാപ്പിളിന്റെ ഹാഫ് എടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു മിക്സി എടുത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പൈനാപ്പിൾ പീസസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു 2-3 ഇഞ്ചിയുടെ കഷ്ണം ചേർത്ത് കൊടുക്കാം. ഇത് ഏകദേശം ഇത്രത്തോളം വലിപ്പമുള്ള ഇഞ്ചിയാണ് നമ്മൾ ചേർക്കുന്നത്. ഇനി നമുക്ക് 2 ഏലക്കായ ചേർത്ത് കൊടുക്കാം. ഈ ഏലക്കായുടെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി നമ്മളിത് ചേർക്കണം. ഇനി ഇതില്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കൊരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3-4 ടേബിൾ സ്പൂൺ ഷുഗറും കൂടെ ചേർത്ത് കൊടുക്കുക. ഷുഗർ നിങ്ങളുടെ പൈനാപ്പിളിന് മധുരത്തിനനുസരിച്ചിട്ട് ചേർക്കുക. 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 4-5 പുതിനയില, അതായത് നമ്മളെ മിന്റ് ലീവ്സ് ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പൊ ഞാൻ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു അരിപ്പ് വെച്ചിട്ട് ഇതൊന്ന് അരച്ചെടുത്ത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ ഹെൽത്തി ഡ്രിങ്ക് ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇതുപോലെ ഇളക്കി നോക്കാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഓപ്ഷനിലാട്ടോ. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിലേക്ക് കാര്യമായിട്ട് ബ്ലെൻഡ് ആവാൻ വേണ്ടിയുള്ള വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ ഹെൽത്തി പൈനാപ്പിൾ ഡ്രിങ്ക് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. ഈ ജ്യൂസിന് സ്പെഷ്യൽ ടേസ്റ്റ് ആട്ടോ. നമ്മൾ ഇഞ്ചിയുടെയും കുരുമുളകിൻ്റെയും എരിവും അതുപോലെ തന്നെ ലെമണിൻ്റെ ഒരു പുളിയും പിന്നെ മധുരവും ഉപ്പും എല്ലാം കൂടി ചേർന്നായതുകൊണ്ട് ഒരു അടിപൊളി സ്പെഷ്യൽ ടേസ്റ്റ് ആണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ക്രഞ്ചിവേർഡിലെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മാത്രമല്ല ഇത് ഹെൽത്തിങ് കൂടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.